അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തെങ്ങിന് മരുന്നടിക്കുന്നത് ചെറുതല്ല കേട്ടോ, വലിയ തെങ്ങിൻ തൈയാണ്. പിന്നെ കരാട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് എടുത്താൽ മതി. പിന്നെ ഫൈറ്ററാൻ സാഫ് പോലത്തെ യൂസ് ചെയ്യില്ല, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഫംഗിസൈഡ് യൂസ് ചെയ്യും. ഇതൊരു 15 മില്ലി 10 ലിറ്ററിലോട്ടും, മറ്റേതൊരു 10 ഗ്രാം. അതിൽ അളവുണ്ട്, അത് നോക്കി ചെയ്താൽ മതി. അതുപോലെ വലിയ തെങ്ങാട്ടോ, ഏണി വെച്ച് മണ്ട കയറണം, കാരണം അതിൻ്റെ കവിളിനെ ഒഴിച്ചു കൊടുക്കും. താഴെ വെച്ചിട്ട് വലിയ പ്രയോജനമുണ്ട്. ഒരു 2 ലിറ്റർ കവിളിന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കൊമ്പൻ ചെല്ലി കുത്താതായിരിക്കും. ഇതിൽ പിന്നെ ഏകദേശം ഈ വീട്ടുകാർ എനിക്ക് തോന്നുന്നത് 3-4 മാസം കൂടുമ്പോൾ നമ്മളെ വിളിച്ച് ജയിക്കുന്ന അവരിങ്ങനെ സ്ഥിരം ചെയ്യുന്ന കാരണം അവർക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഒരു തെങ്ങ് ഇവരുടെ അങ്ങനെ പോയതാണ്. അത് നമ്മൾ തിരക്കുള്ള സമയമാകുമ്പോൾ കുറേ ഡീലേ വരും. അങ്ങനെ ഒരു തെങ്ങ് ഇവരുടെ കുത്തിക്കാണ്. അങ്ങനെ ഇത് ഇടയ്ക്ക് അടിച്ചിട്ടാലും പ്രശ്നമാണ്. കുപ്പിക്കായിട്ട് കൊടുക്കുന്നുണ്ടോ, കാരണം ഹൈറ്റുള്ള കാരണം ഒഴിക്കാനും എളുപ്പം കുപ്പിയാണ്. അപ്പോൾ അടപ്പടത്ത് എറിഞ്ഞു കൊടുത്താൽ മതി. ഇത് ഗന്ധങ്ങാട്ടോ, അതേപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി കരിക്ക് ഇതിലും കളറാണ്. അങ്ങനെ മഞ്ഞ കളറായ കാരണം കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, റിസ്ക്കാണ്. അതിൻ്റെ മണ്ട വലിഞ്ഞ് കയറൽ ഇച്ചിരി പാടാണ്. മണ്ട വേറെ എടുത്തിനൊക്കെ തോന്നണ്ട, ഞാൻ താഴെ നിറഞ്ഞു കൊടുത്തത്. കുറേ ഉണ്ട് തെങ്ങൊരു 10-20 തെങ്ങിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇതേപോലെ അടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈകളും ഉണ്ട്, അതിനും അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പക്ഷേ ഫൈറ്ററാൻ യൂസ് ചെയ്യില്ല. അപ്പം സാഫോ അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഫംഗിസൈഡ് യൂസ് ചെയ്യും. കാരണം ഫൈറ്ററാനൊക്കെ യൂസ് ചെയ്താൽ മരച്ച് കൊഞ്ഞിരിക്കും. വലിയ കേടില്ലെങ്കിൽ ഇത് ഓവർ ഫംഗിസൈഡ് വരുന്നത് മാത്രമേ ഈ ഫൈറ്ററാൻ യൂസ് ചെയ്യും. ഇത് പിന്നെ വണ്ടിനെതിരെ ഒരാൾ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ നല്ലതാണ്, അങ്ങനെ ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നത്. ഓരോ കേടിനും ഓരോ രീതിയാണല്ലോ, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യും. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. എൻ്റെ മണ്ടൊക്കെയായിട്ട് ഒരിക്കൽ കഷ്ടപ്പാടാണ്. പിന്നെ സാധനം നല്ല കെമിക്കൽ വന്നു. ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്, എന്നാലും ആകും മേത്തൊക്കെ. കുപ്പിക്ക് എറിയുമ്പോഴും കുപ്പി റിട്ടാൻ തിരിച്ചറിയുമ്പോഴൊക്കെ ശരിയൊക്കെ മേത്തോട്ട് വരും. പുകയും അതാണ് കുഴപ്പവും മരുന്ന്. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. കുപ്പിയാകുമ്പോൾ മേത്തോട്ട് വീടില്ല, അതൊരു പാടാണ്. പിന്നെ ഒന്നും ഒരിക്കലും ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പിന്നെ വലിയ സ്പ്രെയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറ്റും, അത്ര ഹൈറ്റിലെത്തുകയും ചെയ്യും. പിന്നെ അതിന് ഇച്ചിരിയുടെ ബെറ്റർ ഇതായിരിക്കും. അതെന്തായാലും കവിള് മൊത്തം 2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയാം. കാരണം ഫുള്ളായിട്ട് തന്നെ തെങ്ങിൻ്റെ താഴേക്ക് ഒഴുകി വരും. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ആ ഒഴുകി വരുമ്പോൾ. ഇതേപോലെ ഇങ്ങനെ ഒഴുകി വരും. ആ മണ്ടയിൽ വെച്ച് മൊത്തം കവിളിക്കിട്ട് ഇറങ്ങി താഴെ തിന്നിരുന്നു. ഏതായാലും കൊമ്പഞ്ചില്ലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പറമ്പോ അല്ല ചത്തു. കുറേ നാളത്തേക്ക് ആക്രമണം ഉണ്ടാകും. ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ചിലർ മറ്റേ കോഴി ഉണ്ടാക്കിയ പരിപാടി അത്ര വശമില്ലാത്ത നമ്മളിതായി. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി അടുത്തത് പ്രാവശ്യം എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല, കാരണം തെങ്ങ് വളർന്ന് പോകുന്ന കാരണം ഏണീൻ്റെ ഹൈറ്റുള്ള ഏണി എടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ബൈ.